ഹലോ ഫാമിലീസ്, നമുക്കിന്നൊരു മീനച്ചാർ ഉണ്ടാക്കാം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഐക്കൂറ കേട്ടോ. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുളകും മഞ്ഞളും ഉപ്പും കൂടി പുരട്ടി വെച്ചാണ്. എന്നിട്ട് നല്ലെണ്ണയിൽ പൊരിച്ചെടുക്കുക. ഞാനിതാ പൊരിക്കുന്നുണ്ട്. മുറ്റത്ത് അടുപ്പ് കൂട്ടിയിട്ടാട്ടോ നമ്മൾ പൊരിച്ചെടുക്കുന്നത്. എന്നിട്ട് നല്ലോണം പൊരിച്ചതാ മുഴുവൻ പൊരിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും വേണം. അത് ഞാൻ നന്നാക്കി വെച്ചു. ഇനി നമുക്ക് ഉലുവ ഒന്ന് ചൂടാക്കി വെക്കണം. നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. നമുക്ക് അച്ചാറിലേക്ക് നല്ല ടേസ്റ്റ് കൂടാനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആട്ടോ ഉലുവ. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി ഒരു ബ്രൗൺ കളറാകുന്ന വരെ ആക്കിയിട്ട് നമുക്കൊന്ന് ചെറിയൊരു ഉരലുണ്ട് ഇവിടെ, അതാ ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ച് വെക്കുക കേട്ടോ. നല്ല പൊടിച്ച് അവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ നല്ലോണം പൊടിയുന്നുണ്ട്. നല്ലപോലെ ചെറിയതാക്കിയിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക. ഇതേപോലെ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് മിക്സീൻ്റെ ജാറിൽ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് അതും ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് അരിയൊന്നും വേണ്ട കേട്ടോ. ഇതേപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. എന്നിട്ട് അതും നമുക്കവിടെ മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മൾ വറുത്ത എണ്ണയില്ലേ, അതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുകിടുക. കടുക് ഇത്തിരി അധികമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അച്ചാറിലേക്ക് നല്ലതാണ്. അവിടെ കടുക് ഇട്ടിട്ട് കടുക് പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അതും കൂടി ചേർക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കുക കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലൊരു ബ്രൗൺ കളറാകുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണേ. എന്നിട്ട് നല്ല മൂത്ത മണമൊക്കെ വരുന്നുണ്ടേ. നല്ലോണം മൂക്കട്ടെ. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു 3-4 പച്ചമുളക്. ഞാനിത് അന്നേരം അരിഞ്ഞിടുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ നേരത്തെ അരിഞ്ഞൊന്നും വെക്കില്ല, അന്നേരം അതിലേക്ക് അരിഞ്ഞിടുക. ഞാൻ അരിഞ്ഞ് അതിലിടുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് ഇളക്കട്ടെ. നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറട്ടെ. എന്നിട്ട് നല്ല വെളുത്തുള്ളി ഇഞ്ചി പച്ചമണമൊക്കെ കൂടിയിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരയ്ക്കാത്ത വെളുത്തുള്ളി ഇല്ലേ, അതുണ്ട്. അത് കുറച്ച് അതും ഇടുക. അതിലേക്ക് ആഡ് ചെയ്ത ശേഷം അത് നല്ലോണം ഇളക്കുക. അതിൻ്റെ ഒന്ന് പച്ചമണം മാറട്ടെ വെളുത്തുള്ളിയുടെ. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇടുക കേട്ടോ. നമ്മൾ ആദ്യം ഉപ്പിട്ടില്ലായിരുന്നേ. ഉപ്പ് ഇടുക. ഒരുപാട് ഉപ്പ് വേണ്ട, മീനിൽ നമ്മൾ ഉപ്പ് പുരട്ടിയിട്ടല്ലേ പൊരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പിട്ടാൽ മതി. എന്നിട്ട് അതിട്ട് നല്ലോണം ഇളക്കുക. ഇതേപോലെയൊക്കെ ലേശം മൂത്ത് വരട്ടെ. അതിലേക്ക് മഞ്ഞൾ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി ഇടുക. കാശ്മീരി മുളക് കേട്ടോ ഞാൻ ഇടുന്നത്. ഞാൻ മീനിൽ നല്ല എരിവുള്ള മുളക് പുരട്ടിയായിരുന്നു പൊരിച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് കാശ്മീരി മുളകാണ്. കാശ്മീരി മുളക് കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. നല്ലപോലെ ചൂടാകട്ടെ. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറട്ടെ. എന്നിട്ട് ഇതേപോലെ ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കായപ്പൊടി ഇടുക. ഞാൻ ഉപയോഗിക്കുന്ന LGൻ്റെ വെള്ളക്കായമാണ് പൊടിയില്ലേ, LGൻ്റെ പൊടി അതിടുക. അതിട്ട് അതൊന്ന് നല്ലോണം ഇളക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ലേ ഉലുവ, വറുത്ത് പൊടിച്ച് വെച്ച ഉലുവ അതും ഇടുക. എന്നിട്ട് അതുമൊക്കെ കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനിടുക കേട്ടോ. മീനും ഇട്ട് അതിലൊക്കെ പിടിക്കണം. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കായത്തിൻ്റെ പൊടിയും ഉലുവയുടെയോ എല്ലാം കൂടി അതിൽ നല്ലോണം പിടിക്കട്ടെ. നല്ലപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കറിവേപ്പില ഇടുക. കറിവേപ്പിലിട്ട് അതും ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ വിനാഗിരി ഒഴിക്കുക. എണ്ണയിൽ നല്ലോണം വിനാഗിരി ഒഴിച്ചിട്ട് ഇങ്ങനെ ഈ പരുവത്തിലാക്കിയെടുക്കുക. ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക. ഞാൻ പിന്നെ ഇത് സൗദിക്ക് കൊണ്ടുപോകാനുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ഒന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ വിനാഗിരി തന്നെയാണ് ഉപയോഗിക്കുന്നത്, നല്ല കേട് വരും. എന്നിട്ട് നല്ലോണം ഉപയോഗിക്കും. നമ്മുടെ സ്വാദിഷ്ടമായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നല്ലൊരു ഉണങ്ങിയ ജാറിലാക്കിയിട്ട് നമ്മൾ കൊടുത്തയക്കും.